നീയൊക്കെ നമ്മടെ പമ്പി എത്ര പോയാ എന്റെ പമ്പേ ചേട്ടാ ബാബുവിനെ തെറി വിളിക്കട്ടെ നീട്ടേം വിളിച്ചു അതാകുമ്പം നോട്ടിഫിക്കേഷൻ മെസ്സേജ് ആയിട്ട് താഴത്തില്ല. മുച്ചിരി റെഡി കാരോ സെൻഡ് മെസ്സേജ് മുച്ചിരി റെഡി കാരോ. ഞാൻ എന്റെ ക്യാരക്ടർ എടുത്തോട്ട് ലെറ്റ്സ് ഗോ. വേറൊരു സാധനം ഉണ്ടായിരുന്നു മറ്റേ സാധനം മറ്റേ ഡെബിൾ കാർഡ്. അതൊന്ന് ഡെബിൾ കാർഡ് നല്ല രസമാണ്. അത് നല്ല രസമായിരുന്നു. ഡെബിൾ കാർഡ് എന്തോടാ? ഡെബിൾ കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഡെബിൾ കാർഡ് കാണും. അപ്പം ഒരാൾ വിളിക്കുവാന്നുണ്ടെങ്കിൽ ഡെബിൾ കാർഡ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഓപ്പോസിറ്റ് ഇരിക്കുന്ന 3 പേര് തോക്കെടുത്ത് ചൂണ്ട്. മനസ്സിലായില്ലേ? 3 പേരും തീരും. 3 പേരും തീരും. പിന്നെ അണ്ണു കേറിട്ടുണ്ടല്ലേ? പിന്നെ ജെറ്റാണ് ഞാൻ പണ്ട് തൊട്ട് കാണും. പിന്നെ ചേംബർ ഇടയ്ക്ക് കളിക്കും. പിന്നെ ജെറ്റായിരുന്നു. അണ്ണു മറ്റേ വിരലിട്ട് കിടക്കുന്ന മറ്റേ കത്തിയില്ലേ നീ കാണുന്നില്ല? ഞാനേ ബാബുന് മെസ്സേജ് കൊണ്ടിരിക്കാറ് സ്ട്രീമില്. പിന്നെ നീ ആദ്യം ഗെയിം തുറക്കാം, എന്നാലും നമ്മൾ തുറക്കത്തുള്ളൂ. ഇല്ലാട്ടാ കള്ളിമലരേ ഇത്രയും നേരം നിങ്ങൾ കണ്ടില്ല? എടാ അവരുടെ ഞാൻ അബദ്ധത്തിൽ മറ്റേ സാധനം ഇല്ലടാ. ഞാൻ ഈ മാസം പകുതിയൊക്കെ ആയിട്ട് അവരുടെ ഉള്ളിയപ്പ് കളിക്കാൻ ബാബു അഭിനയത്തിനൊക്കെ പറയുന്നേട്ടാ ബാബു. ബാഡ് ബേഡ്സ് ബാബു. ആ എന്റെ അടുത്ത് ആരാ? എടാ നീ വിളിക്കണം, പറയാം. ചന്ദ്രൻ നിന്നെ ഊമ്പിക്കും. സക്കുവേ സക്കൂട്ടാ കളിക്കട്ടെ. ഇവന്റെ കണ്ണ് താഴോട്ടാന്നല്ലേ? ഫുഡ് കഴിച്ചോടാ? ഇല്ല ഏട്ടാ ഞാൻ കഴിച്ചില്ല. ഇല്ലെണ്ണോ ഞാൻ കഴിച്ചില്ല. തിരിച്ചങ്ങ് തരുവേ. കാർഡ് നോക്കുന്നതിനേക്കാൾ ഞാൻ ഉള്ള പറയാം. ഞാൻ ഉള്ള എന്റെ 2 കിങ്സ് ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശർത്തേൻ ഇപ്പൊ പൂട്ടത്തിന്റെ അത്ര എന്റെ കയ്യില് 2 കിങ്സ് ഉണ്ട്. ഉറപ്പാണ് 2 കിങ്സ്. എന്നെ വിശ്വസിക്കാം. സക്കുഞ്ചിന് എത്ര ഉണ്ട്? അവന്റെ ഒരു കാർഡും ഇല്ലേ മുച്ചിരിയുടെ കയ്യില്? നീയൊക്കെ ഫസ്റ്റ് വേണ്ടിട്ട് ചാവണല്ലേ? ചേട്ടാ കളി മാറി. ഇതെങ്ങനെയാണ് അങ്ങനെ വിളിച്ചു പറയല്ലോ വെച്ചറി. ഒത്തിരി നീ എന്ത് വാണോടാ? നീ എന്താ കാണിക്കല എല്ലാം വിളിച്ചു പറഞ്ഞ്? അത് നൈസിന് ചന്ദ്രു മുച്ചിരി സൈഡിൽ കൂടെ അങ്ങ് കള്ളം. കൈ വെച്ചിരുന്ന കാട് മാറിപ്പോയതാ. കാട് മാറിപ്പോയതാ. ദൈവമേ ഞാൻ ചാവല്ലേ കർത്താവേ. സന്തോഷം കളിക്കണം. ജീവിതം എങ്ങനെയാണോ? ശരത്തേട്ടന്റെ പിഒവിന്ന് പോയാട്ടാ. ശരത്തേട്ട ആത്മാവാണ്. എനിക്ക് ശരത്തേട്ട എക്സിറ്റ് അടിച്ച്. നീ ലൈവ് അല്ലേ? നീ മാത്രമല്ലല്ലോ ലൈവിനകത്ത്. ചേട്ടനൊക്കെയാ ലൈവിലല്ലേ ഇതിനകത്ത്? ഞാൻ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല. നമ്മളെല്ലാം ലൈവായിരുന്നു. കുഴപ്പമില്ല. ഇനിയിപ്പോ നാളെ കളിക്കാം. നാളെ കളിക്കാം. ഇപ്പൊ RP ഞാൻ ഇനി ഇരുന്ന് മുഷിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ വെച്ചാൽ നിങ്ങളാരും ലൈവില്ലാന്ന്. അടിയാന്നോടാ? ഇന്ന് അടിയുണ്ടോ? അടിയൊന്നുമില്ല. എല്ലാവർക്കും ബൈ. പിള്ളേരെ എല്ലാവർക്കും ബൈ. നാളെ മറ്റന്നാൾ ബൈ. ഫസ്റ്റ് വെടി തന്നെ ഉണ്ടാ. സുഡസുഡായിട്ടല്ലേ? സുഡസുഡായിട്ടല്ലേ?
വണ്ടി എടുക്കാൻ പോണേ, ഞാൻ വണ്ടി എടുക്കാൻ പോണേ, വീഡിയോ എടുക്കാൻ പോണേ. ഇത് ഒരു എപ്പിക് ചരിത്രമാവട്ടെ. It's okay, it's okay. സീല. ഞാൻ പറഞ്ഞില്ല ബീച്ചിലെ വണ്ടി ഇറക്കണ്ട, ഞാൻ ഇവിടെ ഒരു വണ്ടി ഇമ്പോണ്ട് ചെയ്തണം, ഒന്ന് മാറ്റി. സാറേ പീഡി വണ്ടി എടുത്ത് ഇപ്പോഴും കേസാണാ? കേസ് തന്നെയാണ്. ഓക്കെ, കേസാണ്. വേറെ വലിയ പ്രശ്നമാവോ സാറേ വണ്ടിയൊക്കെ എടുത്താ? പ്രശ്നമുണ്ട്, പിന്നെ നമ്മളെ പ്രശ്നമാണ് തരുമല്ലോ. ഡെയിലി കിടക്കും, ഉരുട്ടി അടിക്കും, എന്തൊക്കെ ചെയ്യറിയോ? എല്ലാ ദിവസവും പ്രശ്നമാവല്ലേ? സ്റ്റേഷനെ കൊണ്ടിട്ട് ഇടിക്കുമല്ലേ? ഞാൻ ചന്ദ്രൻ വണ്ടി കയറി. എന്താ സാറേ? ചന്ദ്രൻ വണ്ടി കയറി, വണ്ടി കയറി. ഞാൻ ഇപ്പൊ കാണിച്ചിട്ടില്ല. ഞാൻ വണ്ടി മറ്റേ അവിടെ കൊണ്ടുപോയിട്ട് ഉരുട്ടുന്നത് കാണിച്ചു തരട്ടെ. എന്താ സാറേ? ഇല്ല സാറേ, നമുക്ക് ലിഫ്റ്റ് ടാക്സി അല്ല സുഹൃത്തെ. അല്ല സാറേ, എനിക്ക് പൈസ ഒന്നുമില്ല സാറേ, എനിക്ക് ഒരു പൗരന്റെ അവകാശമല്ല സാറേ, ഒരു സഹായം ചെയ്യും സാറേ. അതന്നെ സാറേ. ഞങ്ങൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലിഫ്റ്റ് അല്ല സാറേ, നമ്മളെ ഒരു പൗരനെ പൈസ തരുമോ? ഓക്കെ സാറേ, ഒരു പൈസ എത്ര വേണ്ടത്? നമുക്കൊരു വണ്ടി എടുക്കാൻ ഇവിടെ ഒരു മിനിമം 4 കോടി ആവാറുണ്ട് സാർ. 4 കോടിയാ? ചില്ലറ പ്രശ്നമില്ല കേട്ടോ എനിക്ക്. അത് വണ്ടി എടുക്കാനല്ലേ സാർ? 4 കോടി ഉണ്ട് സാറ്, ഞാൻ കാണിച്ചു തരാം. ഗരാജിന് വണ്ടി ഇല്ല മോട്ടിച്ചുണ്ട് പോയി സാർ. സാറേ ഇറങ്ങി സാറേ, വണ്ടി ഇറങ്ങി അവന്റെ അടുത്ത് ചോദിച്ചു സാറേ, വണ്ടി വേണോന്ന് അവനെ ചോദിക്കു സാറേ. വണ്ടി കാത്തിരിക്കുന്ന സാറേ എന്നെ ലോക്കഴിച്ചിട്ട് ഞാൻ ഇറങ്ങി പോവായിരുന്നു സാറേ. എന്നെ കൊണ്ടാക്കുന്ന ഒരു വിഷയത്തിന് വേണ്ടി വെറുതെ 4 കോടി പോണോ? എന്താ സീൻ? എന്താ പൈസ ഇല്ലല്ലോ, ടാക്സി വിളിക്കാൻ പൈസ ഇല്ല. സീനെന്താ? മതി സാറേ, 5 ലക്ഷം. അതാരാ ചന്ദ്ര? അതാരാ സംസാരിക്കുന്നത്? സാർ എനിക്കറിയാം സാർ ആരും സത്യം പറയാനുള്ള പറയല്ലേ. ആരാടാ നീ? പള്ളി വാങ്ങി തരാം, ഞാൻ അമ്മമാരെ എന്നെ കൊണ്ടുപോകണം. അനിയൻകുട്ടാ പോയിട്ട് വാ. ചന്ദ്ര സൗണ്ട് ചെറുതായിട്ടൊന്ന് കേറി വന്നായിരുന്നേ ഒറിജിനലിലെ. എടാ ടൈം ടു സ്റ്റാൻഡ്. ചന്ദ്ര ഇതെന്റെ അനിയൻ അലക്സ്. അലക്സേ, എന്തൊക്കെയുണ്ട് വിശേഷം? കിട്ടി, അടുത്തവൻ പോയി. മാറിപ്പോയിട്ടത് ഒരു സ്ലാപ്പിട്ട് വിട്ടുതരാവോ? ഞാൻ ഇറങ്ങാണേ. പോയിട്ടാ നടക്കുന്നത്. ചന്ദ്ര ഞാൻ പോയിട്ട് വരാവേ. പോട്ടെ. കണ്ണന്റെ ഇത് കണ്ട് കണ്ണന്റെ മനസ്സ് തളരാണ്ടിരുന്ന മതിയായിരുന്നു. എല്ലാവിന്റെ ആണിക്ക കൊട്ടാരത്തിൽ ഒരു മിനിറ്റ് നമ്മൾ നിക്കണ കേട്ടോ. അങ്ങനെ ഹെൽത്ത് ശരിക്കും ഉള്ളതാട്ടോ. നമ്മൾ ഇരുന്ന് വർക്ക് ചെയ്യണവരെ കുറെ നേരം ഇരുന്ന് കഴിഞ്ഞാൽ അപ്പൊ തന്നെ എണീക്കണം നമ്മളല്ലേ. ഇവാ കുപ്പിയാടി. അപരാധി ബോൾസ് യോ ഹെൽത്ത് വണ്ടി എന്റെ ബോളും എല്ലായിടത്തും എറിഞ്ഞ്. അപ്പൊ സാറേ
എന്തോ സാറേ സാറേ എന്തൊക്കെയുണ്ട് വിശേഷം? അല്ലേ എന്തുണ്ട് വിശേഷം? സുഖമാണ്. കൊള്ളാം. നിങ്ങളുടെ വണ്ടി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓ സാറേ താങ്ക് യു താങ്ക് യു സാറിനോട് ഇഷ്ടപ്പെട്ടു. തരുമോ? ഇത് തരില്ല, അത് തരും. സാറേ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. പെയിന്റ് അടിച്ച് മാറ്റി പോലീസിന് അടിച്ചു തരണം. ഓ ശരി 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 സാറേ. ഇഷ്ടപ്പെട്ടു. ഇടക്കിടക്ക് റോക്സ് കൂട്ടി കൊണ്ടുപോകാനേ. ഓ സാർ എടുത്ത് ഇടയ്ക്ക് ചോദിച്ചാൽ സാറേ ഇപ്പൊ തന്നെ നമ്മളെടുത്ത് തരും. നമുക്ക് അങ്ങനത്തെ ഒരു സീനില്ല. നമ്മളെ വേണ്ടി നമ്മൾ ആലോചിച്ചാലും കൊടുക്കും സാറേ. നൈസ് ഉണ്ട് കേട്ടോ, കൊള്ളാം. ആരും ഉണ്ടായിരുന്നു കൂടെ. താങ്ക് യു സാർ. ശരി എന്നാ. ഇത് ഒറ്റയ്ക്കേ ഉള്ളോ? ഇല്ല പിള്ളേരുണ്ട്, വേറെ എവിടെയും കാണും. വേറെ വേഷത്തിലൊക്കെ ആയിരിക്കും നടക്കുന്നേ. ഹലോ എന്താ മംഗലശ്ശേരി? എല്ലാരും വലിയ പേര് മംഗലശ്ശേരി മതാര. എന്നാ എടുക്കണോ നീല? സാറില്ല വേറെ ഷോപ്പ് പോലത്തെ ഒരു മുടിപ്പിടുത്തന കൊടുത്തേന്ന് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു. ബ്ലാക്ക് റോസ് SRX നല്ലതായിരിക്കും മിക്കവാറും. അതിനൊരു വില്ല് അരിക്കേണ്ട സൊല്ല് ഇതയത്തെ വെള്ള അരിക്കാതെ എതിരെ കൊല്ല് ഇതയത്തെ വെല്ല് ഉണക്കൊറിയല്ല് തിരിയാതെ. യാരോ യാരിവനോ ബ്ലാക്ക് റോസ് ആരാ? ഏതായാലും കണ്ടത് ഈ പമ്പിന്റെ ചോദിക്കാറുണ്ട്. ജോണി മാമ പോണേ ജോണി മാമോട് ചോദിച്ചങ്ങ് ഞാൻ ചാണ്ട എന്താ അറിയാന്നുള്ള എല്ലായിരിക്കും. എന്താണ് സ്റ്റീവേ വള്ളി പറയാ? ആ അതെ തിയേറ്ററിൽ കളിച്ചിട്ട്. ഹലോ സ്റ്റീവ് അയ്യോ ആ അതെ ജോണി മാമ ഇനി വരില്ലല്ലോ അല്ലേ? അറിയില്ല. പമ്പിപ്പാരുടെ പേരില്ലേ? കൊച്ചുന്റെ കൊച്ചുഞ്ഞാണാ? കൊച്ചുഞ്ഞ് വരുമ്പത്തേക്കും ഒന്ന് എന്നെ ഒന്ന് വിളിക്കാൻ പറയണേ. എന്തേ? പമ്പിന്റെ കാര്യത്തിലേ തീരുണ്ടാക്കണല്ലോ. കൊടുക്കണമെങ്കിലേ വയ്ക്കാനായിട്ടാണ്. ജോണി മാമ അവസാനമായിട്ട് പറഞ്ഞിട്ട് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാ ചന്ദ്രന് തരാന്നുള്ള രീതി പറഞ്ഞിട്ടാ പോയതാള്. അയ്യോ അറിയില്ല. ആ അതാണ്. പക്ഷെ ആളൊന്നും എഴുതി വെച്ചില്ല. പെർഫെക്റ്റ് ഓണിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചുവിന്റെ കാണും. മൊത്തത്തിലെന്തോ ഓപ്ഷൻ വരുന്ന കേട്ടിരുന്നു. അറിയില്ല. ഒരു മാസം ഒന്ന് കേട്ടോ. ആ മൊത്തത്തിൽ കേട്ടിരുന്നു. ഓ നോക്കാം അറിയത്തില്ല. 1 മന്തോ 2 മന്തോ അതിൻ്റെ ഉള്ളിൽ വരുന്ന കേട്ടായിരുന്നു. ഓക്കെ എന്തായാലും നോക്കാം. ഓക്കെ നമ്മടെ പമ്പിൽ എത്ര രൂപ പോയാ? എന്റെ പമ്പിനൊരു കാശുമില്ലൊരു എത്ര രൂപ നോക്കട്ടെ. അലീനുണ്ടോ ടിവി? ആരില്ല. തള്ളയും മോനെ ഒന്നുമില്ല. എന്റേത് ഇല്ലല്ല. എന്റെ നമ്മുടെ പമ്പ് ഓപ്ഷന് പോകില്ല. അത് ഇത് ടൈം എടുക്കും. കുനിച്ചുണ്ടല്ലോ. Which is not a non-driving zone. Is someone trespass? 2 lakhs. എന്താ
ലല്ലല്ല. എത്ര ഉണ്ട് അക്കൗണ്ടില്? ആ പിള്ളേരെല്ലാം അടിച്ചിട്ടുണ്ട്. അയ്യോ ആ പിള്ളേർ കാശ് കൊടുക്കാം കേട്ടോ. സാലറി ടൈമായി. എത്ര ഉണ്ടല്ലേ? 10, 100, 1000, 10,000, ലക്ഷം, ദശം, കോടി, 10 കോടി. 100 കോടിയാവാൻ ഇച്ചിരി കൂടി വേണം അല്ലേ? 100 കോടിയാവാൻ 100 കോടിയാവാനൊരു 87, കുറച്ച് ലക്ഷം കൂടി വേണം. പോലീസ് പിടിക്കുന്നേ, അയ്യോ പോലീസ് പിടിക്കുന്നു. എന്തിനെന്തിന് വെറുതെ വെടിവെച്ച് നീ വെറുതെ വെടിവെച്ച് പോലീസിനെ വെറുതെ പിടിക്കണം അല്ലടാ കാട്ടുകുണ്ണേ. ഞാൻ ഡീല് Let me. Let me solve this, please. നമ്മുടെ വണ്ടി ഗത്ത് തന്നെ അല്ലേ? നമ്മുടെ 2 വണ്ടിയും നമ്മുടെ 3ാമത്തെ വണ്ടി കൂടി വന്നോട്ടല്ലേ മോനെ. ഹായ് ലിയോ. എടാ കൊച്ചുഞ്ഞിന്റെ അടുത്ത് ചോദിരേ, നമ്മുടെ പമ്പിന്റെ കാര്യേ ജോണി മാവൻ എനിക്ക് തരാന്ന് പറഞ്ഞിട്ടാ പോയത്. ഒന്ന് എന്തേലും പറഞ്ഞോന്ന് ചോദിച്ചു നോക്കണേ കൊച്ചുഞ്ഞിന്റെ അടുത്ത്. ഓക്കെ ലിയോ ഒക്കെ OG പ്ലേസ് ആട്ടാ. എത്ര നമ്മുടെ SRR ഒക്കെ ഉള്ള ടൈം, അതേ ടൈം നമ്മളും RP കളിക്കാൻ തുടങ്ങിയ ടൈം തൊട്ടുള്ള പയ്യനാ ഈ ലിയോ. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമോ എന്നറിയില്ല. പ്ലാങ്ക് ലിയോന്ന വണ്ടി ചാണ്ടിയല്ല. എടാ എവിടെ മുച്ചിരിയോടാ കരഞ്ഞ് തൂറി മെഴുകിയല്ലടാ നീ പട്ടി കുറച്ച് നേരത്തെ നാളല്ലാത്തവനെ. എടാ ഞാനൊരു PD വണ്ടി എടുക്കാൻ പോവാ, കൂടെ നിൽക്കുമോ എല്ലാരും? എടാ മന്ദാരം ഇത് അതുപോലല്ലേ, ഇത് കേട്ടില്ല. 25,000 കോടിയുടെ കരാർ ഈ വണ്ടി ഇടിച്ചേരെ കിടന്ന് അടി കൂടല്ലേടാ ഇങ്ങനെ. നീ ചന്ദ്ര ജോഡി അമ്മന പമ്പ് ചന്ദ്രന്റെ 25,000 കോടിക്ക് വേണ്ടി കരാർ എഴുതിയിട്ടുണ്ട്. 25,000 കോടിക്കാ? അതെ ഈ പമ്പാ? പിന്നെ 25,000 കോടി എന്നുള്ളത് എമൗണ്ട് സിറ്റിയിൽ പോലും ഉണ്ടാവൂല കേട്ടാ. ജോഡിയമ്മ ചെയ്ത കരാർ എങ്ങനെയാ 25,000 കോടി? 2 ദിവസം കഴിഞ്ഞ് ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഇപ്പൊ ആ കരാർ എന്തേലും ആ ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേസാവെന്ന് പറഞ്ഞു. ആണല്ലേ? അതെ. എടാ ഇത് എന്തായാലും ജപ്തി പോവും. അപ്പൊ ഇത് ജപ്തിയിൽ പോവും. ഞാൻ വിളിച്ചെടുത്തോളാം, അതായത് കുറച്ചുകൂടി എളുപ്പം. എടാ ജപ്തിയിൽ പിടിച്ചെടുക്കാന്നാണ് കേട്ടോ. സാഗറേ എവിടെ വാറുണ്ടായിരുന്നു. വാറ് ഒരു വള്ളിയല്ല ഒരു ഇത് വന്നതാ. അമരേഷ് ഇറങ്ങി ഓടിച്ചിട്ടിന്ന് DX. നിങ്ങൾക്ക് പീഡിയുടെ സിറ്റുവേഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടോ? പീഡിയാ ഇവിടെ അറിഞ്ഞൂടാ. അവർക്ക് എന്താ നിങ്ങളെ സീനാ? നമുക്ക് സീനൊന്നുമില്ല, വേണമെങ്കിൽ വണ്ടി എടുത്തരാം. ശരി
ഹലോ സാഗറെ ആഫ്രിക്കക്കാരുടെ കറുത്ത മുട്ട വെച്ചിട്ടുണ്ടോ? ബ്രിട്ടീഷുകാരുടെ വെളുത്ത മുട്ട ഇതിലേതെങ്കിലും കഴിച്ചിട്ടുണ്ടോ? ഇല്ല. പാകിസ്ഥാൻകാരെ പച്ചമുട്ട ഇല്ല. ഇതൊക്കെ എന്താ? ഇതൊക്കെ എന്തായാലും കഴിക്കണം ചന്ദ്ര. ലൈഫ് ടൈമിൽ ഒരു വട്ടം എക്സ്പീരിയൻസ് ചെയ്യുന്ന തന്നാണ് നോക്കട്ടെ. ഇപ്പൊ ഇല്ല, നമ്മള് സാധനം സെറ്റ് ചെയ്ത് തരാം. എത്ര വേണം പറ. സാഗറെ നമ്മുടെ ജോണി മാമൻ എന്തേലും പറഞ്ഞായിരുന്നോ? പറഞ്ഞായിരുന്നല്ലോ, 25,000 കോടിക്ക് എന്തോ ചന്ദ്രന് പമ്പ് എഴുതി വെച്ചിട്ടുണ്ട്. അത് 15 ദിവസത്തിനുള്ളിൽ 25,000 കോടി തന്നില്ലെങ്കിൽ ചന്ദ്രനെതിരെ ജീവ വരുന്ന കേസ് അറിഞ്ഞൂടാ. അഡ്വാൻസ് പോലും മേടിക്കാണ്ടാണ് എഴുതി വെച്ചേക്കുന്നത്. അതുകൊണ്ട് ചന്ദ്രന്റെ എഴുതി കോൺട്രാക്ടിനകത്ത് ചന്ദ്രൻ സൈൻ ഇട്ടിട്ടുണ്ട്. 15 ദിവസത്തിനുള്ളിൽ പൈസ വന്നില്ലെങ്കിൽ പിടിച്ച് ഏരിയിടുന്നത്. അതെങ്ങനെ ശരിയാവും? ജോണി മാമൻ ജോണി മാമൻ കരാർ എഴുതി വെച്ചേക്കര, ഞാൻ കാശ് കൊടുത്തില്ലെങ്കിൽ അതെങ്ങനെ എനിക്ക് മനസ്സിലായില്ല. അത് കോൺട്രാക്ടിനകത്ത് അങ്ങനെയാണ്. ചന്ദ്രൻ വായിച്ചു നോക്കിയില്ല. അതിപ്പം ചന്ദ്രന്റെ സിഗ്നേച്ചർ ഉണ്ട്. അത് ജോണിയാമൻ ഭദ്രമായിട്ട് പൂട്ടി വെച്ചേക്കണ്. എനിക്ക് ഫോട്ടോസ്റ്റാറ്റ് എനിക്ക് തോന്നണേ 250 കോടി എന്നായിരിക്കും ചിലപ്പോ. ഇല്ല ഞാൻ 0 എണ്ണിയായിരുന്നു. 25,000 കോടി കേട്ടോ. നീ എനിക്കതൊന്ന് ഇതൊന്ന് കാണിച്ചു തരണം നാളെ ഒന്ന്, അതിന്റെ കരാറൊന്ന്. നാളത്തേക്ക് സെറ്റ് ആക്കാം. ഓക്കെ. എന്നെ അപ്പുറം സിറ്റിയിലോട്ട് പോകാനാണ് എന്നാ. 15 ദിവസം ചന്ദ്ര, 15 ദിവസം ഉണ്ട്. കേസല്ല കാര്യമാണ് ചന്ദ്ര നമുക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പൊ ജോണിയോന്റെ പമ്പ് ഇപ്പൊ ആരുടെ കയ്യിലാ? നീ നിനക്കാണ് ഓണർഷിപ്പ് ഇപ്പൊ? ഞാനാ കെയർടേക്കർ. അതെ അതെ. 5 ദിവസം കഴിഞ്ഞിട്ട് ഓപ്ഷൻ അല്ലേ? അല്ല തരും. ഞാൻ എന്തായാലും ഇന്ന് നോക്കിട്ടെ കാശായിട്ട് നാളെ വരാം. ഞാൻ പോയിട്ടാ കേട്ടാ. വാറൊക്കെ തുറക്കട്ടെ നിങ്ങടെ. ചന്ദ്ര ഏത് ബാങ്കിലാ ലോൺ എടുക്കാൻ പോകുന്നത്? ഇത് അമ്മുക്കുട്ടി ശരി. സിറ്റിയിലെ ആൾക്കാരിൽ കണ്ടു കാണുന്നില്ല. കൂടി ആ സാധ്യത വാങ്ങിട്ട് ഞാൻ പൈസ പുറത്ത് കൊടുത്ത് ഒരു 10,000 രൂപയുടെ കേസ് പുറത്ത്. നിങ്ങളെല്ലാവരും ചിടിയിലാണോടാ? റൂമിടാൻ പോണോ? നിങ്ങളൊക്കെ അവിടെ ചിടിയില്ല. ആമയല്ലടാ മൊയില്. ഓ അപ്പുക്കുട്ടാ, എനിക്ക് അറിഞ്ഞൂടായിരുന്നു കേട്ടാ. മുച്ചിരി എവിടാ? മുതിക്കിലെവിടാ? ഞാൻ റിപ്പയറില് അങ്ങോട്ടാ. എവിടാ? എവിടാ മുച്ചിരി? ഞാൻ ഇവിടെ ഈ മാർക്കിലുണ്ട്. ഹലോ കോച്ച് വന്നാളാ? ഇച്ചിരി എന്താണ് മിസ്റ്റർ? എന്തായി നിങ്ങളുടെ പ്രണയം? എന്തായി? എന്താവാ, ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ ലവ് ലെറ്റർ ഒക്കെ എഴുതി കൊണ്ട് കൊടുക്കുന്നുണ്ട് ചന്ദ്ര. വീഴും വീഴും എന്ന പ്രതീക്ഷയിൽ. എന്നിട്ട് വീണോ? ലവ് ലെറ്റർ കൊടുക്കുന്ന
ഇല്ല അത് എല്ലാരോടും മനസ്സ് വെച്ചാലേ വീഴും. ഞാൻ മാത്രം മനസ്സ് വെച്ചാൽ വീഴില്ലല്ലോ. അപ്പൊ റോക്സിയെ പോലെ വേറെ ആരെങ്കിലും നോക്കുന്നുണ്ടോ കൊച്ചിനെ? ആര്? ഇല്ല, റോക്സിയെ പോലെ വേറെ ആരെങ്കിലും നോക്കുന്നുണ്ടോന്ന്. ഞാൻ റോക്സിനല്ല, ഞാൻ സർള. ക്യാരക്ടർ മാറി പോകുന്നു നിനക്ക്. സർല ഐ മീൻ സോറി സർല എന്നെപ്പോലെ കോച്ചിന് ഇല്ലെന്നാ തോന്നേ. നിങ്ങളൊക്കെ മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. വേറെ ആരൊക്കെ മനസ്സിലാക്കണെന്ന് പറഞ്ഞു. നീയല്ലടാ ഒരു മിനിറ്റ്, നീയല്ലടാ പറഞ്ഞ നീ കീടിയും മുമ്പൂലാന്ന്. ഏതാ? ആ ഇത് നമ്മുടെ കോച്ചിന്റെ. ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്ന ആ എന്താ 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 നമ്മൾ പറഞ്ഞിരുന്നത്? കുട്ടി പേരെന്തായിരുന്നു? പറഞ്ഞോണ്ടിരുന്നത് എന്റെ പേര് ആ നമ്മുടെ കോച്ചിന്റെ കാര്യം. സത്യം പറഞ്ഞു കഴിഞ്ഞാ പുള്ളി ഗേ ആണ്. തെറ്റല്ലെങ്കിലും അതാണ് കുട്ടിയെടുത്ത് ഇത്രയും നാള് ഒന്നും ഇതാത്തതിന്റെ കാര്യം. പുള്ളീനെയും പുള്ളീനെ നമ്മുടെ ഗ്യാങ്ങിനെ ഒരു പയ്യനെ കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഇന്നെങ്കിലും റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുമെങ്കിൽ സർലക്ക് അങ്ങനെ പോകുന്നതായിരിക്കും നല്ലത്. അല്ല അല്ല കോച്ച് അങ്ങനത്തെ ഒരാളാണ്. പ്രൂഫ് ഇവിടെ എന്നൊക്കെ ചോദിച്ചു ഏറ്റവും വലിയ പ്രൂഫ് തന്നെയാണ് സർലക്ക് സെറ്റ് ആവാത്തത്. സർളപ്പോലത്തെ ഇത്രയും സുന്ദരിയായിട്ടുള്ളൊരു കൊച്ചൊന്നും ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോ ഇഷ്ടമില്ലെന്ന് പറയണെങ്കിൽ ബ്രദേഴ്സായിട്ടാണ് പരിപാടി ഫുള്ള്. അല്ല ബ്രദേഴ്സായിട്ടാണല്ലോ. അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. പുള്ളിക്ക് എല്ലാരെയും സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് സിസ്റ്റേഴ്സിനെ പോലെയാണെന്നുള്ള രീതിയിലല്ല ഉദ്ദേശിച്ചത് പുള്ളി. ആ ഞാനും അലീനയും കപ്പിൾസ് ആണെന്ന് ഈ സിറ്റിയിലെ പുൽനാമ്പുകൾക്ക് പോലും അറിയാം. ഇപ്പൊ അപ്പൊ സർല കല്യാണം കഴിക്കാനാണോ നോക്കണേ? തട്ടിക്കൊണ്ട് പോയിട്ട് കല്യാണം കഴിക്കാന്നായിരുന്നു എന്റെ പ്ലാൻ. പിന്നെ പുള്ളി പറഞ്ഞോണ്ട് ഞാൻ പിന്നെ വേണ്ടാന്ന് വെച്ചു. കോച്ചിനെ നീകനെയാണ് കണ്ടത് ആക്ച്വലി കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ. അതെങ്ങനെ അറിയാ? ഓക്കെ അപ്പൊ നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ.